ഒരിക്കൽ രമണി ചേച്ചി ചോദിച്ചു എന്ന് അവർ തന്നെ പറയുന്നു, എൻ്റെ പിതാവേ, അങ്ങയുടെ പേരോട് പുസ്തകത്തിൽ ഞാനുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ പേര്? ദൈവം നിലാവ് പോലെ ചിരിച്ചു, മഴയെന്ന് ഉത്തരം തന്നു. മകളെ, നീയൊരു പേരല്ല, 6 ഋതുക്കളിലും നിറയുന്ന അവസ്ഥയാണ്, മാറ്റങ്ങൾക്ക് വഴങ്ങാത്ത പ്രകൃതി അവസ്ഥ. നിന്നെ ചൊല്ലി വിളിക്കാൻ കനിവ് എന്നൊരു ഭാഷയെ ഞാൻ കണ്ടെത്തുകയായിരുന്നു. ആശ്ചര്യ ചിഹ്നങ്ങൾക്ക് പ്രസക്തിയില്ലാതെയും ദൈവം മനുഷ്യരോട് മിണ്ടുന്നു, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു, സങ്കടങ്ങൾ ആറ്റുന്നു, സമാധാനത്തിന്റെ സന്ധിയിൽ ഒപ്പുവയ്ക്കുന്നു. ശ്രീമതി രമണി വേണുഗോപാലിനെ അറിയാവുന്നവർ തന്നെയാണ് ഇവിടെ ഈ സദസ്സിലിരിക്കുന്നത് എന്നെനിക്കറിയാം. പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാൻ രമണി ചേച്ചി എന്ന് വിളിക്കണ്ട, പക്ഷെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഞാൻ രമണി ചേച്ചി എന്ന് തന്നെ വിളിക്കണം. രമണി ചേച്ചിയുടെ എഴുത്തുകളെ മാനിച്ച്, രമണി ചേച്ചിയുടെ ഭാഷയെ മാനിച്ച് ഞാൻ ചേച്ചി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ചിരന്തന പുരസ്കാരം നേടിയിട്ടുള്ള, UAE എക്സ്ചേഞ്ച് നോവൽ പുരസ്കാരം നേടിയിട്ടുള്ള, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നോവൽ പുരസ്കാരം നേടിയിട്ടുള്ള, പി കുഞ്ഞിരാമൻ നായർ പുരസ്കാരം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട രമണി ചേച്ചിയെ, ഈ പുസ്തകത്തിന്റെ രചയിതാവിനെ, ഈ കവിതകൾ സമ്മാനിക്കുന്ന കവിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പുസ്തക പ്രകാശനത്തിനായി എത്തിയിരിക്കുന്നത് നാളെ 101 പുസ്തകങ്ങൾ വായനക്കാർക്ക് സമ്മാനിക്കുന്ന 101ാമത് പുസ്തകം വായനക്കാർക്ക് സമ്മാനിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി KP സുധീര. ഓരോന്നായി വിരിയുന്ന ധ്യാനമിഴി എന്ന പുസ്തകം സ്വീകരിക്കുന്നത് മാക്ബത്ത് പബ്ലിക്കേഷൻസിന്റെ MA ഷഹനാസ്. ഈ പുസ്തകം സമ്മാനിക്കുന്നത് ഹരിതം ബുക്സ് ആണ്. ഹരിതം ബുക്സിന്റെ എല്ലാമെല്ലാമായ പ്രതാപൻ തായാട്ട്, രമണി ചേച്ചിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഉഷ ചന്ദ്രൻ. പുസ്തകം പ്രസിദ്ധീകരിക്കുക, എഴുത്തുകാർക്കൊരു കൈത്താങ്ങാവുക എന്ന ഒരേയൊരു പാഷൻ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകൻ പ്രിയപ്പെട്ട സഹോദരൻ പുന്നകൻ മുഹമ്മദ് അലി. 2 പുസ്തകങ്ങളുണ്ട്. അടുത്ത പുസ്തകം ദി ഗോഡ്മാൻ ഓഫ് രാജസ്ഥാൻ. It's an English book again from Haridam Books, and I call the writer Arjun Vinayak. ഓരോന്നായി വിരിയുന്ന ധ്യാനമിഴി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ശ്രീമതി KP സുധീരയിൽ നിന്നും MA ഷഹനാസ് സ്വീകരിക്കുന്നു. ഓരോന്നായി വിരിയുന്ന ധ്യാനമിഴി എന്ന രമണി വേണുഗോപാലിൻ്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവരുടെ പേര് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ്, രമണി എന്നുള്ള പേര്. രമണി എന്ന് പറഞ്ഞാൽ സുന്ദരി എന്നാണ് അർത്ഥം. അപ്പോൾ അവര് പക്ഷേ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, രമണി എന്ന പേര് ആൾക്കാർ പരിഹാസത്തോടു കൂടിയാണ് പറയുന്നത്. പേരെന്താ പേരയ്ക്ക എന്ന് പറയുന്ന പോലെ പേരയ്ക്ക മരത്തിനുള്ള അതേ അപകർഷത ബോധം അവരുടെ പേരിനോട് അവർക്കുണ്ട്. പക്ഷെ അവരുടെ ഭർത്താവിന്, അതേപോലെ എനിക്കും ഈ പേരിഷ്ടമാണ്. രമണീയമായ കവിതകളാണ് അവരുടെ പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ സാധിച്ചത്. അപ്പോൾ കഥ, കവിത, നോവൽ, ആത്മകഥ, ഓർമ്മ തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ തന്നോട് രാധാകൃഷ്ണൻ സാർ പറയുണ്ടായി അവരുടെ പുരസ്കാരങ്ങളെ പറ്റി. പക്ഷെ എഴുത്തുകാരികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തമസ്കരിക്കപ്പെടുന്നത് എനിക്കറിയുന്നില്ല. അപ്പോൾ അവരുടെ എഴുത്തുകാരികളുടെ പുസ്തകത്തെ അല്ലെങ്കിൽ അവരെ ഒന്നും ആരും അത്ര ഗൗനിക്കുന്നില്ല എന്നുള്ള ഒരു പരിഭവം അവരുടെ വാക്കുകളിൽ എനിക്ക് തോന്നി. കാരണം ഈ പ്രവാസ ലോകത്ത് ഇത്രയും വലിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടും അവരെ ഈ പരിപാടികൾക്ക് ശരിക്കും നമ്മൾ ക്ഷണിക്കേണ്ടതാണ്. അവർ വീട്ടമ്മയായി ഇരുന്നുകൊണ്ടാണ്, മലയാളം MA എടുത്തിട്ടാണ്, എടുത്ത സ്ത്രീയാണ്. പക്ഷെ അവരുടെ ഭാഷ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. അവരെ ഒരു വരികൾ ഞാൻ വായിക്കാം. ആട്ടി ഓടിച്ചവരോട് പുറത്താണ് അവൾ ക്ഷമയുടെ ഭൂമിയായത്. ഉണർന്നിരുന്ന രാത്രികളെ മുഖാമുഖം നേരിട്ടാണ് അവൾ എഴുതാനിരുന്നത്. എത്ര മനോഹരമായ വരികളാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ മനുഷ്യർ സ്വന്തം ഹൃദയത്തിൽ ഇത്രമാത്രം അസ്വസ്ഥരാവുന്ന എന്തുകൊണ്ടാണെന്ന് ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നി. കാരണം നിർമ്മാണത്തിലും ആസ്വാദനത്തിലും അതാണ് സംഭവിക്കുന്നത്.
അപ്പം നമ്മൾ എഴുതാനിരിക്കുകയാണെങ്കിലും അതുപോലെ വായിക്കാനിരിക്കുകയാണെങ്കിലും ആളുകൾ നമ്മൾ പ്രശാന്തമായ മനസ്സോടുകൂടി നിന്ന് എഴുതുന്നു. പിന്നീട് നമ്മൾ പ്രക്ഷുബ്ധാവസ്ഥയിൽ എത്തുന്നു. പിന്നീട് ദ്വന്ദ്വ സംലയനം വഴി വീണ്ടും നമ്മൾ പ്രശാന്തിയിലെത്തുന്നു. അങ്ങനെയാണ് ശരിക്കും നിർമ്മാണത്തിലും പിന്നെ ആസ്വാദനത്തിലും സംഭവിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് 2 തരം കവികളുണ്ട്. ഒരു കൂട്ടർ ജന്മനാ കവികളാണ്, മറ്റുള്ള കൂട്ടർ ആർജിത എഴുത്തണം, എഴുത്തുകാരാവാൻ വേണ്ടി എഴുതുന്നവർ. അപ്പൊ ഈ ജന്മനാ കവിയായിട്ടുള്ള ആള് നമ്മുടെ എന്താ പറയാ, നമുക്ക് ഒരു മൃദുല സ്വർഗീയമായ അധരങ്ങളാൽ നമ്മുടെ ഹൃദയവ്രണങ്ങളെ ചുംബിച്ചുടക്കുകയാണെങ്കിൽ ഈ ആർജിതമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ മുള്ളാണി പോലെ നമ്മുടെ ആത്മാവിനെ നോവിക്കും. അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം. ഈ കവിതകള് നല്ല ഒരു കവിത്വമുള്ള കവിതകളാണ്. മനുഷ്യ ഹൃദയത്തിന്റെ ഭാഷ അറിയുന്ന എഴുത്തുകാരിയാണ് ആത്മാവിൽ അന്യന്റെ ഭാവം അറിയാനുള്ള ഒരു സിദ്ധി എഴുത്തുകാർക്ക് ഉണ്ടാകുമ്പോഴാണ് അവർ യഥാർത്ഥ എഴുത്തുകാരാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പുസ്തക ഇവിടെയുള്ള നടക്കുന്ന പുസ്തക പ്രകാശന മാമാങ്കങ്ങളിൽ എഴുത്തുകാരല്ലാത്ത എത്രയോ എഴുത്തുകാരുടെ പുസ്തകം ഇറക്കുന്നുണ്ട്. അതിൽ നമ്മൾ സർഗാത്മകതയുടെ തീപ്പൊരികൾ തിരഞ്ഞാൽ ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പക്ഷെ ഒരു കൃതിക്കും പൂർണ്ണതയില്ല. പൂർണ്ണത തേടി നമ്മൾ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഭാവിയുടെ ഹൃദയത്തിൽ സ്വപ്നത്തിന്റെ പൊടിപ്പ് പോലെ എവിടെയോ ആണ് പൂർണ്ണത. പൂർണ്ണതയിലേക്ക് കൈ നീട്ടാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഏത് തരം കലാരൂപമാണ്. പക്ഷെ രമണി പ്രവാസ ലോകത്തിരുന്ന മനോഹരമായ കവിതകൾ ചമയ്ക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. സാഹിത്യം എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയുടെ കർമ്മമല്ല, അതൊരു ധൈഷണിക പ്രയത്നം കൂടിയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. ആധുനിക മനുഷ്യന്റെ വിപുലതകളും ആദികളും എല്ലാം ഈ പുസ്തകത്തിൽ എനിക്ക് കാണാൻ പറ്റി. അപ്പൊ ഈ കവിതാ പുസ്തകം ഇറക്കിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു ഗെറ്റപ്പാണ്. ശ്രീപന്നാടൻ നായാട്ടിന്റെ ഹരിത ബുക്സ്. അത് ഈ ഒരു അവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ രമണി എന്ന് പറഞ്ഞ ഈ കവയത്രിക്കും അവരുടെ കുടുംബത്തിനും നന്മയേക്കാൾ വലിയ നന്മ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. രമണി വേണുഗോപാൽ എന്ന് പറയുന്ന എഴുത്തുകാരി എൻ്റെ കൂടെ പിറക്കാത്ത എൻ്റെ ഒരു ചേച്ചിയാണ്. ഞങ്ങൾ എല്ലാ ദിവസവും മിണ്ടുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷെ എപ്പോഴെങ്കിലും കാണുമ്പോൾ അത്രമേൽ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ സ്വന്തം സഹോദരിയാണ്. അവരുടെ ഒരു പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമായി ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത്, അവരങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലും എന്നോടുള്ള കരുതൽ തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് നീണ്ട വർഷത്തെ പരിചയമുണ്ട് രമണി വേണുഗോപാൽ എന്ന് പറയുന്ന എഴുത്തുകാരിയെ. ഒലിവ് പബ്ലിക്കേഷൻസിൻ്റെ എഡിറ്ററായിരിക്കുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് മാത്രം ഇവിടെ ദുബായിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് എന്നോട് സംസാരിച്ച് അന്ന് രാത്രി തിരിച്ചു പോയാൽ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന് പുസ്തകത്തിൻ്റെ കാര്യം മാത്രം സംസാരിച്ച് അന്ന് ആകാശവാണിയിൽ പോയി ഒരു കവിത ചൊല്ലി അന്ന് രമണി ചേച്ചി തിരിച്ചു പോയപ്പോൾ ഇത്രമാത്രം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ എന്ന് ഞാൻ അവരെ അന്നേ എൻ്റെ മനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് സമയങ്ങളിൽ ഞാൻ ചേച്ചിയോട് സംസാരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് പലതരത്തിലുള്ള എഴുത്തുകാരുണ്ട് നമുക്ക് ചുറ്റും. പലരും എഴുതുന്നു. ഇവിടെയൊക്കെ തന്നെ ഒരുപാട് എഴുത്തുകാരും പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. രമണി വേണുഗോപാൽ എന്ന് പറയുന്ന എഴുത്തുകാരി നമ്മൾ എവിടെയും സദസ്സുകളിലൊന്നും വേദികളിലൊന്നും അങ്ങനെ അധികം കാണാത്ത ഒരാളാണ്. അങ്ങനെ വന്ന് നമ്മളോട് സംവദിക്കുന്ന ഒരാളെ അല്ല. അവരുടെ അക്ഷരങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ, കവിതകൾ, നോവലുകൾ, അതൊക്കെയാണ് നമ്മളിലേക്ക് അവരിങ്ങനെ എപ്പോഴും തന്നുകൊണ്ടിരിക്കാറുള്ളത്. ഇത്രമാത്രം അക്ഷരങ്ങളോട് സംസാരിച്ച് കരയുകയും പറയുകയും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന മറ്റൊരു എഴുത്തുകാരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പരിചയക്കുറവാണോ എന്താ എന്ന് എനിക്കറിയില്ല. ഞാൻ ചേച്ചിയെ പോലെ ഇങ്ങനെ എഴുതുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം മലയാള ഭാഷയെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ അക്ഷരങ്ങൾ തിരസ്കരിക്കപ്പെടുമ്പോൾ ഇത്രമേൽ വേദനിക്കുന്ന ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അത്രയ്ക്ക് അവര് മലയാളത്തിൻ്റെ അക്ഷരങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കാലാകാലങ്ങളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ ഒരു തുടക്കത്തിലൊരു കവിതയുണ്ട്, ചെടികളെല്ലാം കേൾക്കുന്നുണ്ട്, ചെടികളോട് മിണ്ടുന്ന ഒരാളാണ് ഞാനും ചെടികളോട് സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഞാൻ ചെടികളോട് സംസാരിക്കാറില്ല. പക്ഷേ ചേച്ചി അത് പറഞ്ഞപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്ന
ഒരുപാട് ആളുകൾ കേൾക്കാതെ ആവുമ്പോൾ, എന്നെ ആരും കേൾക്കാനില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയോടൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ചേച്ചി അങ്ങനെ തന്നെയാണ്. ഇതിലെനിക്ക് ഒരു ചെറിയൊരു ഭാഗം വളരെ ഇഷ്ടപ്പെട്ടു. ചില കാലത്ത് പലരുടെ മറവികളിൽ ഞാൻ ഇല്ലാതാവുന്ന കാലത്ത് ഒരു മഴ പെയ്യും. ആ മഴ എനിക്ക് വേണ്ടി പെയ്യുന്നതാണ്. എൻ്റെ പേര് കൊത്തിയ ഒരു മഴ, എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ മാത്രം ഒരു മഴ. എൻ്റെ മഴയെ നിന്റെ ഓർമ്മകളിൽ ഞാൻ ഉണ്ടായിരുന്നുവല്ലോ എന്ന് രമണി വേണുഗോപാൽ എന്ന് പറയുന്ന എഴുത്തുകാരി ശക്തമായി ഇവിടെ എഴുതി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചേച്ചി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളടക്കമുള്ള കുറച്ച് ആളുകൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ അക്ഷരങ്ങൾ തെളിമയോടുകൂടി ഇവിടെ നമ്മളോടൊപ്പം സാഹിത്യ മേഖലയിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇത് ഹരിത ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും. നീണ്ട പതിപ്പുകൾ ഉണ്ടാവട്ടെ, ഒരുപാട് വായിക്കപ്പെടട്ടെ. നമ്മുടെ പുതിയ കാലത്തുള്ള സോഷ്യൽ മീഡിയ പോലെയുള്ള ഇടങ്ങളൊന്നും ചേച്ചി അത്ര പരിചിതമല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെയും കൂടെ ചെയ്യണം, പുതിയ കാലത്തിന്റെ മാറ്റങ്ങൾ എഴുത്തിൽ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ പറഞ്ഞാലും അത്രത്തോളം ചേച്ചിക്ക് എത്താൻ സാധിക്കാറില്ല. അങ്ങനെ വരാറില്ലാത്ത ഒരാളാണ്. എന്നാലും വരാൻ ചേച്ചിക്ക് സാധിക്കട്ടെ. പുതിയ കാലമാണ്, മാറ്റത്തിനനുസരിച്ച് നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ഒരു രീതിയിലും വരുത്തണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെ ഒരുപാട് ചിലപ്പോൾ എനിക്ക് തോന്നി ഈ റീൽസുകളുടെ കാലമാണ്. ഇതിലുള്ള വരികളൊക്കെ റീലൊക്കെ ആയിട്ട് വരാൻ പറ്റുന്ന മനോഹരമായ വരികളാണ്. ഇത് അങ്ങനെ പുതിയ തലമുറയിലേക്ക് കൂടി എത്തിപ്പെടട്ടെ എന്നുകൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. രമണി വേണുഗോപാൽ. ഞാൻ രമണിയെ ആദ്യമായിട്ട് കാണുന്നത് ചിരന്തനയുടെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ചാണ്. അന്നേ ഞാൻ നോട്ട് ചെയ്തു, പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ശാലീനതയും ലാളിത്യവും വിനയവും എല്ലാം മുഖമുദ്രയാക്കിയ ഒരു വ്യക്തിത്വമാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം, അത് 18 മറ്റോ ആയിരുന്നു തോന്നി, അതെ, അതിനുശേഷം അത്രയും കാലങ്ങൾക്ക് ശേഷം ഈ മുറ്റത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോഴും എന്നെ തിരിച്ചറിയുകയും എൻ്റെ അടുത്ത് ഓടി എത്തുകയും ചെയ്തു എന്നുള്ളത് ആ മനസ്സിൻ്റെ എളിമയും നന്മയും തന്നെയാണ്. എന്നിട്ട് ശ്രീ പ്രതാപൻ തായാട്ടിനോട് റിക്വസ്റ്റ് ചെയ്താണ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചിരുത്തിയത്. ഞാൻ അതിനാദ്യമേ നന്ദി പറയുന്നു. എനിക്ക് പറയാൻ ഒന്നുമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ മലയാള ഭാഷയുടെ മനസ്സറിഞ്ഞ എഴുത്തുകാരി ഞാൻ അങ്ങനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കുകയാണ്. എത്രയോ അഗാധമായ ജ്ഞാനമാണ് മലയാള ഭാഷയോടുള്ളത്. സത്യം പറയാ, ഷഹനാസ് പറഞ്ഞ പോലെ ഞാൻ ഒരു വ്യക്തിയെ അങ്ങനെ കണ്ടിട്ടില്ല. ഒരുപാട് വിശേഷണങ്ങൾക്ക് ഭാഷാപരിജ്ഞാനം എന്ന് പറയുന്ന അപാരമായ ഭാഷാപരിജ്ഞാനമാണ്. ഞാൻ ഇന്നലെ പുസ്തകം കൊണ്ട് പോയിട്ട് വെറുതെ ഒന്ന് ഓടിച്ചു 113 കവിതകളാണ്. മുഴുവൻ വായിച്ചു തീർക്കാൻ സമയമില്ലായിരുന്നു. പക്ഷേ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് എല്ലാം ഒന്ന് സ്പർശിച്ചു പോയി. അഗാധ തലത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അർത്ഥതലങ്ങൾ വലുതാണ്. ആ അർത്ഥതലങ്ങളിലേക്ക് എനിക്ക് സത്യത്തിൽ എത്താൻ കഴിഞ്ഞില്ല. ഇതിനകത്ത് ലളിതമാണ്, ഭാഷ ലളിതമാണ്. പക്ഷെ നമ്മളെപ്പോലെ സാധാരണ വായനക്കാർ ഒന്ന് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടും. അതുപോലെ നല്ല തീക്ഷണതയും നല്ല കൂർമ്മബുദ്ധിയും നല്ല വിജ്ഞാനം, ഭാഷാ പരിജ്ഞാനം, വിജ്ഞാനം എന്നൊക്കെ പറയാം, ഭാഷാ പാണ്ഡിത്യം ഉള്ളവർക്ക് മാത്രമേ അതിനെ ശരിക്കും വിശകലനം ചെയ്യാനും വായിച്ചു മനസ്സിലാക്കാനും കഴിയൂ എന്നെനിക്ക് തോന്നി. ഞാൻ പതിയെ ഇരുന്നത് വായിക്കുന്നുണ്ട്. ഇപ്പം മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് വളരെ പേര് പോലെ തന്നെ അതിരമണീയമായ വാക്കുകൾ കൊരുത്താണ് ഈ കവിതകളെല്ലാം. അതായത് കവിതകളെല്ലാം എൻ്റെ ഹൃദയസ്പന്ദനങ്ങളെന്നാണ് ഓരോ കവിതകളും വായിക്കുമ്പം എനിക്ക് തോന്നുന്നത്. അത് മനസ്സ് പറയുന്നതാണ്, ചിന്തകളിൽ ഉദിക്കുന്നതാണ്. ഇതിനകത്ത് ഞാനൊരു കവിത എനിക്ക് വല്ലാതെ എന്നെ സ്വാധീനിച്ചതാണ്. അതെന്താന്ന് വെച്ചാൽ ഒരു ശിഥിലമായ അമ്മ മകൾ ബന്ധമാണ്. അതിനെ പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ്. എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ അതിൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ 2 വരി വായിക്കാം. 2 വരിയാണെങ്കിൽ സമയമുണ്ട്. 2 വരി വായിക്കാം. അമ്മയെ വിവർത്തനങ്ങൾക്കോ വ്യാഖ്യാനങ്ങൾക്കോ ഒതുങ്ങാത്ത ഒരു പുസ്തകമേ ഉള്ളൂ അമ്മ. എത്ര മനോഹരമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്ന അമ്മയെ നീ നോക്കുക. ഒരൊറ്റ സെന്റൻസിൽ ഒരമ്മ മുഴുവനായിട്ട് വന്ന് നിൽപ്പുണ്ട്. അമ്മ നന്മ, അമ്മയുടെ ഉണ്മയും വന്ന് നിൽപ്പുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയും മകളും തമ്മിൽ നല്ലൊരു, എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അതെന്നെ ഒരു വല്ലാതെ വേദനയിലേക്കാണ് കൊണ്ടുപോയത്. തന്നെ വായിച്ചപ്പം രോമാഞ്ചം
ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. അമ്മയെ വായിക്കാനായി അക്ഷരം പഠിച്ചൊരാൾ, അർത്ഥവും ആഴങ്ങളും അറിയാൻ ശ്രമിച്ചവൾ, അമ്മയെ ജയിക്കുവാൻ തർക്കല ഉപാസിച്ച തന്നിഷ്ട കുശുമ്പിന്റെ തളകൾ അണിഞ്ഞവൾ. ഈ തർക്കല തമിഴിൽ നിന്ന് വന്നാണോ? ആത്മഹത്യയുടെ തമിഴ് എനിക്ക് മനസ്സിലായി. അത് ഞാൻ നോക്കി, എന്നിട്ട് ഡിക്ഷണറി നോക്കിയിട്ട് കിട്ടിയില്ല. തർക്കല കിട്ടത്തില്ല, നമ്മുടെ മലയാളത്തിലില്ല. തർക്കല ഉപാസിച്ച തന്നിഷ്ട കുശുമ്പിന്റെ തളകൾ അണിഞ്ഞവൾ, അമ്മയെ തോൽപ്പിക്കുവാൻ അച്ചിലേക്കടങ്ങാതെ അഴിഞ്ഞു മുടിയുമായി അലഞ്ഞേ നടപ്പവൾ, അമ്മയെ കരയിക്കാൻ അത്താഴം വെടിഞ്ഞുള്ള കത്തുന്ന വിശപ്പിന്റെ അഗ്നിയെ കടഞ്ഞവൾ. സങ്കടം വന്നു പോയി ഇത് വായിച്ചപ്പോൾ. അമ്മയെ മറക്കാനായി മുജ്ജന്മ കടങ്ങളെ മൂവന്തിക്കടലാകും. അങ്ങനെ പോയിരിക്കുകയാണ് ഈ കവിത. ഇച്ചിരി വലുതാണ്, 2ൽ കൂടി. പക്ഷെ അവസാനം ടീച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപാധികളില്ലാത്ത സ്നേഹം, ഉപേക്ഷയില്ലാത്ത പ്രാർത്ഥന, ഉറവ പറ്റാത്ത കാരുണ്യം, ഉച്ചിയിൽ തൊടുന്ന വരം, ഉള്ളംകൈയിൽ തളിർക്കുന്ന വനം അമ്മ. ഇതിലപ്പുറം ഒരു അമ്മയെ ചിത്രീകരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അതാണ് രമണി ടീച്ചർ. ടീച്ചറിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഈ എഴുത്തിലൂടെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഈ ഇടക്കാലങ്ങളിൽ, ഇത്രയും വർഷങ്ങൾ, 18-ന് ശേഷം സംസാരിച്ചിട്ടില്ല. പക്ഷെ ഈ ഫോണൊക്കെ ഉള്ള കാലത്ത് വിളിച്ചുകൂടെ ടീച്ചറിനെ അല്ല, ഒരു ഞങ്ങൾ കോണ്ടാക്ട്സ് ഒന്നും ഇല്ലായിരുന്നു. എന്നെ മറന്നില്ല എന്നുള്ളതാണ് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കാര്യം. ഈ വേദിയിൽ എന്നെ വിളിച്ചിരുത്താൻ തോന്നിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും. അംഗീകരിക്കപ്പെടുന്ന ഒരു ദിവസം വിദൂര ഭാവിയിൽ നോക്കണ്ട, അടുത്ത ഭാവിയിൽ തന്നെ ഉണ്ടാവും. എല്ലാവരെയും, എഴുത്തുകാരെ, ഹൃദയത്തിൽ തൊട്ട് എഴുതുന്നവരെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അടുത്ത ഹൃദയത്തിലേക്ക് എത്തുമ്പോഴേ നമ്മുടെ എഴുത്തുകൾക്ക് വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അവരുടെ ഹൃദയത്തിൽ ചെന്ന് തോന്നണം, നമ്മുടെ ഹൃദയത്തിൽ നിന്നും വരണം, സത്യസന്ധമായിട്ട് വരണം. അതെ, താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഹരിതമുർസിന് ഇനിയൊരു പുസ്തകം പ്രകാശനം ചെയ്യാനുണ്ട്. നമ്മളൊക്കെ പ്രിയപ്പെട്ട രമണിയുടെ വാക്കുകൾ കേൾക്കണം. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഷാനാസ് പറഞ്ഞതിനോട് 100% യോജിച്ചുകൊണ്ട്. കാരണം ഈ പ്രവാസ ലോകത്ത് ഏറ്റവും ശക്തയായ എഴുത്തുകാരി ആര് എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ വലിയ എഴുത്തുകാരനോ വലിയ വായനക്കാരനോ ഒന്നുമല്ല, പക്ഷെ ശക്തമായ എഴുത്തുകാർ, അത് അവർ എഴുതിയ നോവലുകൾ, ഭാഷാ ബുക്ക് അടക്കം നമ്മുടെ ചിരന്തന പബ്ലിക്കേഷനിൽ അവരുടെ പഴയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അവർ ഏറ്റവും ശക്തയായ പ്രവാസ ലോകത്തെ എഴുത്തുകാരി ആരെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവില്ലും, അത് രമണി ടീച്ചറാണ്. മറ്റ് നമ്മളിവിടെ കാണുന്ന, നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ടീച്ചറെ വേദികളിൽ കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, പ്രൊമോഷൻ കൊടുക്കുന്ന കുറേ ആളുണ്ട്. എൻ്റെ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അവരുടെ പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുക, ഞാൻ അവർക്ക് അവാർഡ് കൊടുക്കുക, അവർ എനിക്ക് അവാർഡ് തരിക എന്ന ഒരു പ്രവണത പ്രവാസ ലോകത്ത് കുറേ കാലമായി ഉള്ളത് കൊണ്ട് തന്നെ രമണി ടീച്ചറെ പോലെയുള്ള അതിശക്തരായ എഴുത്തുകാരെ നമുക്ക് കാണാൻ പ്രയാസമായിരിക്കും. അവരുടെ പുസ്തകങ്ങൾ വായിച്ച് അവർക്ക് അവാർഡുകൾ നൽകുന്നവർ, അത് എണ്ണപ്പെട്ട സംഘടനകൾ അവരെ ആദരിച്ചിട്ടുണ്ട്. ശാരദ ഇന്ത്യൻ അസോസിയേഷൻ അവരെ ആദരിച്ചിട്ടുണ്ട്, അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അവർക്ക് കിട്ടിയ അവാർഡൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ശക്തയായ എഴുത്തുകാരിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചി എന്ന് പറയുന്നില്ല, എൻ്റെ സഹോദരിക്ക് ഞാൻ പരിചയപ്പെട്ടത് മുതൽ എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയാണ്. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും, പക്ഷെ അവരുടെ ദുഃഖത്തിലൊന്നും അധികം എനിക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല, ഞാൻ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ. തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇങ്ങനെ ഒരു ചടങ്ങിൽ എനിക്ക് അവസരം തന്ന ഹരിത ബുക്സിന്റെ പ്രിയപ്പെട്ട അതിന്റെ എല്ലാമായ പ്രതാപേട്ടനോടുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് വീണ്ടും എല്ലാവിധ ആശംസകളും. കാലം തെറ്റിപ്പെയ്ത മഴകളാണ് രമണിയുടെ കവിതകൾ. കവിതയിൽ നിന്ന് കവിത പടിയിറങ്ങിപ്പോയിട്ട് കാലം കുറച്ചായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വല്ലാത്തൊരു ആശ്വാസമായിരിക്കും ഭാഷാ സ്നേഹികൾക്ക്, കവിത സ്നേഹികൾക്ക് ഈ കവിതകൾ. തൽക്കാലം അവസാനിക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമേ സ്നേഹം അറിയിക്കട്ടെ. ഈ ഒരു മധ്യാഹ്നം ഞാൻ ക്ഷണിച്ചപ്പോഴും പറഞ്ഞിരുന്നു, വരൂ നമുക്ക് കവിതകൾ മിണ്ടാം, ചൊല്ലാം, കേൾക്കാം എന്ന് പറഞ്ഞത്. ഒരു സെൻ കഥ പറഞ്ഞ് ഞാൻ തുടങ്ങട്ടെ. ഒരിക്കൽ ഒരു സെൻ ഗുരു, ഈ കഥ കേട്ടവരുണ്ടാവും. ഒരു സെൻ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ഒപ്പം നടന്നു പോകുമ്പോൾ
അവർക്ക് വളരെയധികം ക്ഷീണമുണ്ട്, ദാഹിച്ചു. അങ്ങനെ നടക്കുമ്പോൾ ഒരു പൊയ്കയുടെ തീരത്തെത്തി. ആ പൊയ്കയിലെ വെള്ളം വളരെ കലങ്ങി മറിഞ്ഞ് ഇരിക്കുകയായിരുന്നു. കുടിക്കാൻ പറ്റില്ല. അവർക്ക് വളരെ ദുഃഖം തോന്നി, ഗുരുവിനല്ല ശിഷ്യന്. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് കുറച്ചും കൂടി ദൂരം നടക്കാം. ഗുരുവിന്റെ വാക്കുകളിൽ ശിഷ്യന് അല്പം അമർഷം തോന്നാതിരുന്നില്ല. എങ്കിലും ഗുരുവിനെ ധിക്കരിക്കാൻ വയ്യല്ലോ. അങ്ങനെ പൊയ്ക വിട്ട് അവർ പിന്നെയും നടന്നു. അത് കഴിഞ്ഞ് ഇനി എനിക്ക് നടക്കാൻ വയ്യ തന്നെ എന്ന് ശിഷ്യൻ അവിടെ ഇരുന്നു. അത്രയ്ക്ക് ക്ഷീണിതനാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇനി നീ ആ പൊയ്കയുടെ തീരത്തേക്ക് ചെല്ലൂ. എന്നിട്ട് അവിടുത്തെ വെള്ളം മുമ്പ് കണ്ടതുപോലെയാണോ എന്ന് നോക്കൂ. തിരിച്ചു വന്നപ്പോൾ ആ വെള്ളം, കലങ്ങിയ വെള്ളം തെളിഞ്ഞ്, കണ്ണുനീര് പോലെ തെളിഞ്ഞ് കുടിക്കാൻ പാകത്തിന് ആയിട്ടുണ്ട്. നമ്മൾ ഈ ജീവിക്കുന്ന കാലം ഈ പൊയ്ക പോലെയാണ്, കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ ഗുരുവിനെ പോലെ, എന്നെ പോലെ ഒരുപാട് മനുഷ്യർ വലിയ പ്രതീക്ഷയിലാണ്. ഈ കലക്കമെല്ലാം തെളിയും. ഈ കലക്കമെല്ലാം തെളിഞ്ഞ് നമുക്ക് ഇത് ദാഹം മാറ്റുവാൻ, ആത്മാവിൻ്റെയും ദേഹത്തിൻ്റെയും ദാഹങ്ങൾ ശമിപ്പിക്കുവാൻ ഈ വെള്ളം നമുക്ക് കുടിക്കുവാൻ പറ്റും. അത്രമേൽ നമ്മൾ പരിക്ഷീണിതരാണ് ഈ കാലത്തിനോട്. അത്രമേൽ നമ്മൾ ഈ കാലത്തിനോട് പറയുന്നു, തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്, തിരുത്തൂ. അവരത് കേൾക്കുവാൻ തയ്യാറല്ല തന്നെ. പക്ഷെ നമുക്ക് ക്ഷമിക്കുവാനുള്ള മനസ്സ്, സഹിക്കുവാനുള്ള മനസ്സ് ഉള്ളത് കൊണ്ട് വെയിലത്താണെങ്കിലും തണലത്താണെങ്കിലും നമ്മൾ ഇരിക്കുവാൻ തയ്യാറാണ്. കെട്ടകാലം തെളിയും, വെള്ളം തെളിയും, നമുക്കിത് കുടിക്കുവാൻ പറ്റും. അത്രമേൽ ഭാഷ ദിവസം തോറും കലാപ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. പണ്ടൊരു കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചെത്ത് എന്നൊരു ഭാഷ വന്നിരുന്നു, ചെത്തു പിള്ളേര്. അന്ന് മുതിർന്ന മനുഷ്യര് വളരെ വേദനയോടെ, ഈ കുട്ടികൾ എന്തെന്നാണ് പറയുന്നപ്പ, ഇതെന്തെന്നാണ് ചെത്ത എന്ന് കലഹിച്ചു. ഇന്ന് മുതിർന്ന മനുഷ്യർ തെറ്റുകൾ തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, പൊളി, മാസ്, മാരക ബുദ്ധി. ഇതിനിടെ രണ്ടു കുഞ്ഞു കുട്ടികൾ പാട്ടുപാടി മനോഹരമായി പാടിയപ്പോൾ ജഡ്ജസ് ആ കുട്ടിയോട് പറയുവാണ്, മാരകം, അസാധ്യം, ഒരു രക്ഷയുമില്ല. ഒരു രക്ഷയുമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും മനോഹരമായി പാടുന്ന കുട്ടികളോട് നമ്മൾ എന്താ പറയേണ്ടത്? രക്ഷയുണ്ട്. പക്ഷെ ഇപ്പോ പോസിറ്റീവായിട്ട് പറയുന്ന എല്ലാ വാക്കുകളിലും കടന്നു കയറിയിരിക്കുന്നത് അക്രമമാണ്. ഒരു രക്ഷയുമില്ല, മാരകം, പൊളി, 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 പൊളിച്ചു, പൊളിച്ചു. കുട്ടികളെ, നിങ്ങൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ ജെൻ സി ആണ്. നിങ്ങളെക്കാൾ ഈ ഭാഷ പറയുന്നത് ഞാനല്ല, ഞങ്ങളുടെ തലമുറയാണ്. പൊളിച്ചു. മാവേലി പാടിയത് എന്താ? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. പൊളിച്ചു, പൊളി, ഇതാണ് മുദ്ര. പൊളി. പൊളി എന്ന വാക്കിന് കള്ളമെന്നും നുണയെന്നുമാണ് അർത്ഥം. അത് ക്രിയാപദമായി പൊളിച്ചു എന്ന് പറയുമ്പോഴോ, നല്ല ഭാഷ, നല്ല കവിത, നല്ല കാലമുണ്ടാവട്ടെ. ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാ നല്ല മനുഷ്യർക്കും, ഈ ഉച്ചനേരത്ത് അവധിയെടുത്തു വന്ന എല്ലാ നല്ല മനുഷ്യർക്കും വളരെ വളരെ നന്ദി. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. ഏറ്റവും അധികം നന്ദി പറയേണ്ടത് കൂടെ നിൽക്കുന്ന, ആത്മാവിനെ പങ്കുവയ്ക്കുന്ന, ജീവന്റെ പാതിയായ വേണുവേട്ടന് തന്നെയാണ്. പിന്നെ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ചേർന്ന് നിൽക്കുന്നത്. എല്ലാവർക്കും നന്ദി.